ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. മലയാളികളെ നോൺ സ്റ്റോപ്പായി ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകൾ നമുക്കുണ്ട്. ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നടനും സംവിധായകനുമായിട്ടുള്ള വിനീത് കുമാർ ഒരുക്കുന്ന പുതിയ ചിത്രമാണ് പവി കെയർടേക്കർ. സിനിമയ്ക്ക് എല്ലായിടത്തും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ചില ആളുകളൊക്കെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് അതിനെ ടാർഗറ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെ കണ്ടു. അപ്പം അങ്ങനെയുള്ളവർ മനഃപൂർവ്വമായി ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കോമഡിയും സെൻറ്റിമെൻറ്റ്സും ആക്ഷനും റൊമാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ഗംഭീര പ്രകടനം തന്നെയാണ് പവി കെയർടേക്കർ. വളരെ നാളിന് ശേഷം ദിലീപേട്ടൻ്റെ ഒരു പഴയകാല സിനിമകളൊക്കെ കാണുന്ന ഒരു ഫീലോടെ നമുക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. നല്ല തമാശകളും വൈകാരിക രംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ, ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു സിനിമ കൂടി എത്തുന്നു എന്ന് സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും പവി കെയർടേക്കർ. ജനപ്രിയ നായകൻ എന്ന ഇമേജ് ഒരിക്കലും എവിടെയും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. നഗരത്തിലെ ഒരു പ്രമുഖ ഫ്ലാറ്റിൻ്റെ കെയർടേക്കറാണ് പവി. എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന പവി. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചില സമയത്ത് മണ്ടത്തരത്തിലായിരിക്കും അവസാനിക്കുക. അങ്ങനെയുള്ള പവിയുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരികയും അതിനുശേഷം പിന്നീട് പവിയുടെ ജീവിതം നല്ല റൊമാൻറ്റിക്കായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫ്, അങ്ങനെയുള്ള കുറേ സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഒരു ആത്മാവ്. ആദ്യ പകുതിയിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഏറെ ഉണ്ടെങ്കിലും രണ്ടാമത്തെ പകുതിയാകുമ്പോഴേക്കും കുറച്ചൊരു റൊമാൻറ്റിക് ലൈഫിലേക്ക് സിനിമ നീങ്ങുകയാണ്. എങ്കിലും ചിരിക്കൊരു കുറവില്ല കേട്ടോ. ദിലീപേട്ടൻ്റെ വൺ മാൻ ഷോ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഒറ്റയ്ക്ക് നിന്ന് ചിരി നൽകാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം 100% വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സംവിധായകനിലേക്ക് വന്നാൽ വിനീത് കുമാർ, അദ്ദേഹം നടനാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നല്ല കഥ, അത് തമാശയുണ്ട്, ആക്ഷനുണ്ട്, അതിനുപരി റൊമാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ്, നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുകയാണ് ഈ സിനിമ. രാജേഷ് രാഘവാണ് ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്. ഉള്ളിൽ തട്ടുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ദിലീപിനെ കൂടാതെ തന്നെ ജോണി ആൻ്റണി, രാധിക ശരത് കുമാർ, ധർമ്മജൻ ബോൾഗട്ടി ഇവരെല്ലാം പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. അവരെല്ലാം നല്ല രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പുതുമുഖ നായികമാരാണ് ദിലീപിൻ്റെ കൂടെ എത്തിയിരിക്കുന്നത്. പ്രേക്ഷകരെ ഒരു രീതിയിലും ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, പെറ്റ് ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ദിലീപേട്ടൻ്റെ കൂടെ ഒരു ഡോഗ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർ തമ്മിലുള്ള കുറേ കോമ്പിനേഷൻ സീൻസും ഇമോഷണൽ സീൻസും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നല്ല കഥ, നല്ല കോമഡി, നല്ല ഇമോഷണൽ സീൻസ്, ആഴത്തിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സീൻസ്, അത് ആക്ഷൻ, നല്ല പാട്ടുകൾ എല്ലാം ചേർത്ത് ഒരു പവർ പാക്കാണ് പവി കെയർടേക്കർ. ഇനി നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ചില നെഗറ്റീവ് കമൻസിനെ പറ്റി. ഞാൻ അതിലേക്ക് വരാം. കാരണം ഈ സിനിമയുടെ ഇറങ്ങിയ ദിവസം തന്നെ ഇതിൻ്റെ റിവ്യൂസും മറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് വന്നത്. ഞാൻ ഇറങ്ങിയ ദിവസമല്ല, അതിന് ശേഷമാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ ആളുകൾ എഴുതിയിരിക്കുന്നത് കണ്ടു. കാരണം ഇത് കാണൂല, പുള്ളിയുടെ സിനിമ നേരത്തെ കൊള്ളില്ലായിരുന്നു, അത് കാരണം ഇത് മോശമായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമ കാണില്ല എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നി അതൊരു വ്യക്തി വൈരാഗ്യമാണ്. കാരണം നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും, ഇഷ്ടങ്ങളുണ്ടാകും, വ്യക്തിപരമായ ഇഷ്ടങ്ങളുണ്ടാകും, അനിഷ്ടങ്ങളുണ്ടാകും. അതൊക്കെ ഒരു സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ദയവ് ചെയ്ത് അത് കാണിക്കരുത്. കാരണം എന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആണ്. അവിടെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലരുടെയും സിനിമകൾ കാണാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെ ആകുമ്പം ആ ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയല്ല, സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. പിന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ അത് കണ്ടതിന് ശേഷം ഞങ്ങളും പോവില്ല, നിങ്ങളത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ റിവ്യൂസിനെ, സിനിമയെ തകർക്കുന്ന റിവ്യൂസ് എന്ന് പറയുന്ന വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ ഞാനിത് പറഞ്ഞിരുന്നു. ഒരിക്കലും അങ്ങനെയുള്ളവരെ പോയി കാണരുത്, അങ്ങനെയുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ അത് കാണാതിരിക്കരുത്. കാരണം ഇപ്പം ദിലീപേട്ടൻ്റെ ഈ സിനിമ നമ്മളൊരു ഉദാഹരണമായി എടുത്തു ഉള്ളൂ. കാരണം ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിനെ കുറ്റം പറയണം എന്ന്, അല്ലെങ്കിൽ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു നിരീക്ഷണത്തോടു കൂടി പോയിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കുറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്നല്ല, എല്ലാ സിനിമയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റും.
പിന്നെ മുൻകൂർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുന്നേ ഉള്ള സിനിമകളെല്ലാം മോശമായി എന്ന് കരുതിയിട്ട് ഇനി വരാൻ പോകുന്ന സിനിമകളൊന്നും കൊള്ളില്ല അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഓരോ ടൈമാണ്, ഓരോ സമയത്ത് ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇവരൊന്നും അഭിനയിക്കാൻ അറിയാൻ വയ്യാത്തവരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്കറിയാം. നമ്മളെയൊക്കെ ഒരുപാട് രസിപ്പിച്ച കരയിപ്പിച്ച നല്ല നല്ല സിനിമകളൊക്കെ തന്നിട്ടുള്ള വ്യക്തികളാണ് ആരായാലും, ഏത് നടന്മാരാണെങ്കിലും. അപ്പോൾ അത് കാരണം അവരൊന്നും അഭിനയിക്കാൻ അറിയില്ല, അത് കാരണം കൊള്ളില്ല എന്നുള്ള ഒരു അടിച്ചിരുത്തിയുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു കമൻസോ ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇട്ടോട്ടെ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന സാധാരണ പ്രേക്ഷകരോടാണ്. അതൊന്നും നോക്കാതെ നിങ്ങൾ പോയി സിനിമ കാണുക. കാരണം ഞാനൊരു നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് തന്നിരിക്കുന്നത്. അത് ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം ഇതിനു മുമ്പുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ സിനിമ കൊള്ളില്ലെന്ന് എനിക്കൊരിക്കലും പറയാൻ, നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതെന്ന് തന്നെ പറയണം, നമ്മളതിനെ എഗ്രി ചെയ്യണം. പിന്നെ അതിനേക്കാൾ ഉപരി കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ മോശമാണ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നമ്മളൊരു നല്ല റെസ്പോൺസ്, അങ്ങനല്ല നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പെയ്ഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണോ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരും. കാരണം ഞാനത് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനല്ല. പിന്നെ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നമ്മൾ ബാഡായിട്ടൊരു കമൻറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമയെ ഇല്ലാതാക്കാനായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ, ആരുടെ സിനിമയെ ആയിക്കോട്ടെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെയാണെങ്കിൽ അവരും ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പെയ്ഡായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് അവർ സംസാരിക്കുകയാണ്, ആ സിനിമ ഓടരുത്, അല്ലെങ്കിൽ ഈ സിനിമ നമുക്കിഷ്ടമല്ലാത്തൊരു വ്യക്തിയുടെയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പടം ഓടരുത് എന്നുള്ള ഒരു മുൻകൂർ ധാരണയോടുകൂടി തന്നെ ചില ആളുകൾ അതൊരു ടീം വർക്കായിട്ട് ആ ടാർഗറ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കാനായിട്ട് അത് ഇറങ്ങുന്ന സമയത്ത് ശ്രമിക്കുന്നുവെങ്കിൽ അവരും ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പെയ്ഡായിട്ട് ആ സിനിമയെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രൊമോഷൻ ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പം അത് കാരണം എനിക്ക് സിനിമയെ സ്നേഹിക്കുന്ന സാധാരണ പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, ഒരിക്കലും അങ്ങനെ അവരുടെ വലയിൽ പോയി വീഴരുത്. ഈ സിനിമയ്ക്കും അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് കാരണം എല്ലാവരും പോയി ഈ സിനിമ കാണുക. നല്ലൊരു സിനിമയാണ്, ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കാതിരിക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.